ഒടുവിൽ ആ സത്യത്തെ അവൾ തിരിച്ചറിഞ്ഞു. തൻ്റെ ഹൃദയത്തിൽ ആരോ പ്രവേശിച്ചിട്ടുണ്ട്. മായ്ച്ചാലും മറച്ചാലും തന്നിൽ നിന്ന് അകന്നു പോകില്ലെന്ന വാശിയോടെ ആ രൂപം അവിടെ തെളിയുന്നുണ്ട്. ആ രൂപത്തിനപ്പോൾ സഞ്ജയുടെ മുഖമായിരുന്നു. ആ കണ്ണുകളിലപ്പോൾ അടങ്ങാത്ത പ്രണയമായിരുന്നു. ഈശ്വര, താൻ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? അവളിൽ ഭയവും അമ്പരപ്പും ഒരുപോലെ നിറഞ്ഞു. ക്യാൻറ്റീനിലെത്തി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടും മനസ്സ് മറ്റെവിടെയോ ആണെന്ന് സഞ്ജയ്ക്ക് തോന്നിയിരുന്നു. ഭക്ഷണം അരികിൽ കൊണ്ടുവച്ച് സപ്ലയർ വിളിച്ചപ്പോഴാണ് ബോധം മനസ്സിലേക്ക് തിരികെ വന്നതുപോലും. അയാളുടെ മുഖത്തേക്ക് ഒരു പ്രേതത്തെ കണ്ടതുപോലെ സൂക്ഷിച്ചു നോക്കി സഞ്ജയ്. പിന്നെ ബോധം വീണ്ടെടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൾക്കരികിൽ നിൽക്കുമ്പോൾ തനിക്ക് സ്വയം നഷ്ടമാകുന്നത് പോലെ. എന്താണ് സംഭവിക്കുന്നത്? ഹൃദയത്തിൽ ഒരു പിടപ്പ് പോലെ. ആത്മാവിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അവളുടെ കണ്ണുകൾ. കാലങ്ങൾക്ക് ശേഷം തൻ്റെ ഉടലിലും ഉയിരിലും വന്നു പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുകയായിരുന്നു ആ നിമിഷം. പെട്ടെന്ന് മനസ്സൊരു കൗമാരക്കാരനിലേക്ക് പരകായ പ്രവേശം നടത്തിയതുപോലെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ നിഷ്കളങ്കമായ മുഖം. അത് ചിന്തിച്ച നിമിഷം തന്നെ ഓർമ്മകളുടെ ചില്ലലമാരിക്കുള്ളിൽ നിന്നും ചില വേദനിപ്പിക്കുന്ന ഓർമ്മചിന്തുകൾ അവനെ മാടി വിളിച്ചു. പാടില്ല, ഒരിക്കൽ കൂടി വേദന പാടില്ല. അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉടലെടുത്തു. പാകടെ തകർന്നു പോയവനാണ്. ഇനിയും ഒരു തകർച്ച കൂടി തനിക്ക് താങ്ങാനാവില്ല. ആ തകർച്ചയ്ക്ക് തന്നെ അപ്പാടെ ഇല്ലാതാക്കാനുള്ള ഒരു കരുത്തുണ്ടാകുമെന്ന് അവനുറപ്പാണ്. ഇനി വയ്യ സ്നേഹത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ. അതിന് അർഹതയില്ലാത്തവനാണ്. സ്നേഹിക്കാൻ ദൈവം വിധിച്ചിട്ടില്ലാത്തവനാണ് താന്. തന്നിൽ അത്തരം ചിന്തകൾ ഉടലെടുക്കുന്നത് പോലും തെറ്റാണെന്ന് അവന് തോന്നി. അല്ലെങ്കിൽ തന്നെ കൊച്ചൊരു പെൺകുട്ടി, തന്നേക്കാൾ എത്രയോ ചെറുപ്പമാണവൾ. അവളെക്കുറിച്ച് ഇങ്ങനെ ബാലിശമായി താൻ ചിന്തിച്ചത് തന്നെ തെറ്റാണ്. ഒരു നേരം തൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തയോട് അവന് വെറുപ്പ് തോന്നിയിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാണ് മനസ്സേ നീ ഇങ്ങനെ വീണ്ടും മോഹിക്കുന്നത്? മോഹിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ജന്മമല്ല ഇതെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ സ്നേഹത്തിനായി വെമ്പൽ കൊള്ളുന്നത്? അവൻ മനസ്സിനോട് തന്നെ ചോദിച്ചു. പിന്നെ എങ്ങനെയോ ഭക്ഷണം കഴിച്ച് തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരങ്ങളെയെല്ലാം അടക്കി നിർത്തി ഗൗരവത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞ് മുറിയിലേക്ക് നടന്നു സഞ്ജയ്. അകത്തേക്ക് കയറി വന്നതും അവളിൽ ഒരു പരിഭ്രമം നിറഞ്ഞു. ഇതുവരെ കണ്ടതുപോലെയല്ല ഈ നിമിഷം മുതൽ അവനോട് സംസാരിക്കുമ്പോൾ താനെന്തോ കള്ളം ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നി. അവനോടെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഉള്ളിൽ ഉറഞ്ഞുകൂടുന്ന വികാരത്തെ അവനിൽ നിന്നും ഒളിപ്പിക്കാൻ അവൾ ശ്രമിക്കുകയായിരുന്നു. അവനെ നോക്കാതിരിക്കാൻ മിഴികളെ അവൾ പിടിച്ചു കെട്ടുകയായിരുന്നു. മറുപുറത്ത് അവൻ്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. തൻ്റെ ഉള്ളിലെ വികാരങ്ങളെ വിവേകത്തിൻ്റെ ആവരണത്തോടെ അവനും തടഞ്ഞു നിർത്തിയിരുന്നു. അവളെ കാണുമ്പോൾ അന്യമായി പോകുന്ന തൻ്റെ വിവേകത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു വിഫല ശ്രമമായിരുന്നു അവന് നടത്തിയത്. രണ്ടുപേരും പരസ്പരം ഒരു ഒളിച്ചുകളി നടത്തുകയായിരുന്നു. സർ, മീറ്റിംഗ്? അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ ചോദിച്ചു. മീറ്റിംഗ് കഴിഞ്ഞു പോയില്ലേ? ഗൗരവത്തോടെ അവന് മറുപടി പറഞ്ഞു. ഞാൻ കാരണം ആ മീറ്റിംഗ് നടന്നില്ലല്ലോ. താൻ കാരണമൊന്നുമല്ല, അത് നടക്കാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നടന്നില്ല. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് നേരം അവളുടെ അരികിൽ ഇങ്ങനെ നിൽക്കാൻ തനിക്ക് സാധിക്കില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. പാടില്ല, പാവം കുട്ടിയാണ്. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള യാത്രയിലാണവൾ. താൻ കാരണം വേദനിക്കാൻ പാടില്ല. തൻ്റെ മനസ്സിൽ കുറച്ചു മുൻപ് തോന്നിയതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മാഞ്ഞു പോയെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. ആ നിമിഷങ്ങളെ മാത്രം മറവി ഒപ്പിടുത്തിരുന്നെങ്കിലെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഇല്ല, മനസ്സിൽ നിന്നത് പോകുന്നില്ല. അവളുടെ രൂപം അതിങ്ങനെ തെളിഞ്ഞു വരികയാണ്. കാരണം ഏതുമില്ലാതെ ഒരുവൾ തന്നിൽ അവശേഷിക്കുകയാണ്. തൻ്റെ ആത്മാവിനൊപ്പം ഇഴചേരുകയാണ്. പാടില്ലെന്ന് വിലക്കിയിട്ടും കണ്ണുകൾ കൊതിയോടെ ആ മുറിയിലേക്ക് നീളുകയാണ്. അവിടെ തൻ്റെ പ്രിയപ്പെട്ട ആരോ ഉള്ളതുപോലെ. ഡോക്ടറുടെ റൂമിലേക്ക് ചെന്ന് കുഴപ്പങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് വൈകുന്നേരം തന്നെ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. അവൻ ആ കാര്യം അവളെ അറിയിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് വിളിച്ചില്ലല്ലോ, അവർ പേടിക്കില്ലേ? സഞ്ജയ് തന്നെയാണ് ചോദിച്ചത്. വേണ്ട സർ, അമ്മയോട് സംസാരിച്ച ചിലപ്പോൾ ഞാനെല്ലാം പറഞ്ഞു പോകും. അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. നേരിട്ട് ചെന്ന് പറയുമ്പോൾ എനിക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമല്ലോ. വൈകിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യട്ടെ. തനിക്കൊരു ദിവസം കൂടി റെസ്റ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയെടുക്കാം. വേണ്ട സർ, ഇനിയും ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാ. നമുക്ക് തിരിച്ചു പോകാം. ശരി,
അതുതന്നെയാണ് നല്ലതെന്ന് അവനും തോന്നിയിരുന്നു. അവളുടെ അസാന്നിധ്യമാണ് ഇപ്പോൾ തനിക്ക് ആവശ്യം. ആ അസാന്നിധ്യത്തിൽ മനസ്സിനെ പാകപ്പെടുത്തണം. വീണ്ടും അവളുടെ സാന്നിധ്യം തൻ്റെ അരികിൽ നിലനിൽക്കുന്ന നിമിഷം മുഴുവൻ താനല്ലാതായി പോവുകയാണ്. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമെന്ന് അറിഞ്ഞ നിമിഷം തന്നെ അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് എയർപോർട്ടിലേക്ക് പോയിരുന്നത്. എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ മുഴുവൻ അവൾ മൗനത്തിലായിരുന്നു. അവന് പിടികൊടുക്കാത്ത ഒരു ഒളിച്ചുകളിയിലായിരുന്നു. അവനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും മൗനത്തിൻ്റെ വാത്മീകം ഭേദിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഫ്ലൈറ്റിൽ നിന്നും തിരികെ എയർപോർട്ടിലെത്തിയപ്പോഴും അവളുടെ മുഖത്ത് ക്ഷീണം നന്നേ അറിയാമായിരുന്നു. അവൻ ഓഫീസിൽ വിളിച്ച് ഡ്രൈവറോട് കാർ കൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പോൾ ഡ്രൈവിംഗ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അവൻ. അതുകൊണ്ട് ഡ്രൈവറാണ് വണ്ടി കൊണ്ടുവന്നത്. കാർ കൊണ്ടുവന്നതും അവൻ അവളോട് കയറാൻ ആവശ്യപ്പെട്ടു. എതിർക്കാൻ അവൾക്കും കഴിയുമായിരുന്നില്ല. ബോധമനസ്സിൽ അവനോടുള്ള വികാരം ശരിയല്ലെന്നറിയാമെങ്കിലും ഉപബോധ മനസ്സ് അവൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുകയാണല്ലോ. ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതി സർ, ഞാൻ പൊയ്ക്കോളാം. സാരമില്ല, ഈ അവസ്ഥയിൽ എങ്ങനെ അങ്ങനെ വിടുക, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഡ്രൈവറോട് തൻ്റെ വീട്ടിലേക്കുള്ള വഴി അവൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് പുതിയൊരു ഡ്രൈവറാണ്, അതുകൊണ്ട് തന്നെ സഞ്ജയുടെ സ്വഭാവം ആൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. വണ്ടി കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ അയാൾ സ്റ്റീരിയോ ഓണാക്കിയിരുന്നു. മറ്റൊരു ലോകത്തായതുകൊണ്ട് തന്നെ സഞ്ജയ് അതൊന്നും അറിഞ്ഞിരുന്നില്ല. പൊതുവെ വണ്ടിയിൽ പാട്ട് വെക്കുന്നതും അവനിഷ്ടമല്ല. അമ്പരപ്പോടെ ശ്രുതി അവനെ നോക്കിയപ്പോൾ അവൻ മറ്റേതോ ചിന്തയിലാണ് പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്. പാട്ടിൻ്റെ വരികളിൽ അവൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇടയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഇതൊന്നും അറിയുന്നില്ല, മറ്റെന്തോ ചിന്തയിലാണ്. ഒരുപക്ഷെ മീറ്റിംഗ് മുടങ്ങിപ്പോയതിനെക്കുറിച്ച് ആയിരിക്കാമെന്ന് അവൾ കരുതി. എന്നാൽ അവൻ അപ്പോഴും ഗ്രാഹ്യമായി ചിന്തിക്കുകയായിരുന്നു അവളോട് തനിക്ക് തോന്നുന്ന വികാരത്തെ എങ്ങനെ തടുത്തു നിർത്തുമെന്ന്. കണ്ണിൽ ചെറിയൊരു ക്ഷീണം കയറിയ നിമിഷം അറിയാതെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തോളിലൊരു സ്പർശം ഏറ്റപ്പോഴാണ് അവൻ തിരികെ ബോധത്തിലേക്ക് വന്നത്. നോക്കുമ്പോൾ തൻ്റെ തോളിലേക്ക് ഉറങ്ങി വീണിരിക്കുകയാണ് അവൾ. തൻ്റെ തോളിൽ ചാരി കിടക്കുന്നു. ഉറക്കത്തിൽ സംഭവിച്ചതാണെന്ന് അവന് മനസ്സിലായി. ആ നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അത്രയും അരികിൽ ആ മുഖം തൻ്റെ തോളിൽ ചേർന്ന് തന്നിൽ അഭയം പ്രാപിച്ച് ആ കവിളുകൾ വിരൽ തലോടാൻ അവന് തോന്നി. ആ നിമിഷം സ്റ്റീരിയോയിൽ നിന്നും ആ ഗാനം കേൾക്കുന്നുണ്ടായിരുന്നു. വീടിനരികിൽ എത്തിയപ്പോഴാണ് അവൾ ഉണർന്നത്. കണ്ണു തുറന്നപ്പോൾ അവൻ്റെ തോളിലാണ് താന്. ഒരു നിമിഷം അവൾക്ക് വല്ലായ്മ തോന്നിയിരുന്നു. അവൾ പെട്ടെന്ന് അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. അവനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് അല്പം മടി തോന്നിയിരുന്നു. ഏറെ പ്രിയപ്പെട്ട ആ സാന്നിധ്യം തന്നിൽ നിന്നും അകന്നപ്പോൾ അവനും അറിഞ്ഞു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. തോളിൽ ചാഞ്ഞ് അവൾ കിടക്കുന്നില്ലെന്ന് മനസ്സിലായതും അരികിലിരിക്കുന്നവളുടെ മുഖത്തേക്കായിരുന്നു നോട്ടം ചെന്നത്. നല്ല ക്ഷീണമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അതാ വിളിക്കാതിരുന്നത്, അവൻ പറഞ്ഞു. സോറി സർ, ഞാൻ അറിയാതെ മയക്കത്തിൽ. അവനൊന്ന് പുഞ്ചിരിച്ചു കാണിച്ചു. ആ പുഞ്ചിരി അവളിൽ അത്ഭുതം നിറച്ചിരുന്നു. ചെയ്തത് മോശമായി പോയി എന്ന് തോന്നിയെങ്കിലും മനസ്സിൻ്റെ മറുപുറത്ത് അതൊരു കുഞ്ഞു സന്തോഷമുണർത്തിയിരുന്നു എന്നതാണ് സത്യം. അത്രമേൽ താൻ ഇഷ്ടപ്പെട്ടിരുന്നു സാന്നിധ്യം. ഒളികണ്ണിട്ട് അവനെ നോക്കി അവൾ ഇടയ്ക്ക്. കട്ടിമീശയും കുറ്റിരോമങ്ങൾ ഒട്ടുമില്ലാത്ത ബുൾഗാൻ താടിയും പരിചിതമായ ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന മുഖം. വീടിനരികിലേക്ക് വണ്ടിയെടുക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ചെറിയൊരു നോവ് നിറഞ്ഞു. ഇനിയും അവനെ പിരിയാൻ പോവുകയാണ്. ഇനി ഈ സാന്നിധ്യം കുറച്ച് സമയത്തേക്കില്ല. ഡോറ് തുറന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങിയ നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ കൂടി വരാം. വീട്ടിൽ തൽക്കാലം നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട. അവർ കൂടി ടെൻഷനാവുമെന്നല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടാവില്ല. തനിക്ക് ചെറിയൊരു തലകറക്കം പോലെ വന്നുവെന്ന് പറഞ്ഞാൽ മതി. അവൾ തലയാട്ടി സമ്മതിച്ചിരുന്നു. അല്ലെങ്കിലും അവൻ എന്തു പറഞ്ഞാലും അത് കേൾക്കാനുള്ളൊരു മനസ്സാണല്ലോ ഇപ്പോൾ. ബാഗെടുത്ത് പിടിക്കാൻ തുടങ്ങവേ അവൾ തടഞ്ഞു. ഞാൻ പിടിച്ചോളാം സർ. തനിക്ക് തന്നെ നിൽക്കാനുള്ള ശേഷി പോലുമില്ല. അയ്യോ, സാറ് പിടിക്കാണോ അത്? സാറ് പിടിച്ചെന്നും പറഞ്ഞ് ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. താൻ നേരെ നടക്ക്. അവൻ പറഞ്ഞപ്പോൾ അത് അനുസരിക്കാതിരിക്കാൻ അവൾക്കും തോന്നിയിരുന്നില്ല. അവളെ അനുഗമിച്ച് ആ കുഞ്ഞു വീടിൻ്റെ പടിക്കെട്ടുകൾ കയറുമ്പോൾ അവനും സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. വ്യാകുലതപ്പെട്ട് ഉമ്മറത്തിരിക്കുന്ന അജിത അവളെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ഓടി അരികിലേക്ക് വന്നു. എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? എത്ര വട്ടം ഫോൺ വിളിച്ചു, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ ആകെ പേടിയായി. ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് ഇന്ന് വൈകുന്നേരം ആരെങ്കിലും കൂട്ടി വരണോ എന്ന് ഓർത്തിരുന്നതാ. ഒരു വിവരവും ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങൾ എന്തുമാത്രം പേടിച്ചു എന്നോ. അവളുടെ മുഖത്തേക്ക് നോക്കി പരിഭ്രാന്തിയോടെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അരികിലുള്ള ആളെ അജിത കണ്ടിരുന്നത്. പെട്ടെന്ന് അവരുടെ കണ്ണുകളിൽ ഒരു ഭവ്യത നിറഞ്ഞു.
ശ്രുതിക്കൊരു തലകറക്കം പോലെ വന്നു. അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റാത്തത്. പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയതുകൊണ്ടാകും. മാത്രമല്ല ഇയാൾ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്തു പോന്നു. ഞാൻ കൂടി വന്നത് പരിഭ്രമിക്കുമെന്ന് അറിയായിരുന്നു. ശ്രുതിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇങ്ങോട്ടൊന്ന് വിളിച്ചു പറയാൻ എൻ്റെ കയ്യിൽ നമ്പറും ഉണ്ടായിരുന്നില്ല. ഒരു ക്ഷമാപണം പോലെ അവൻ പറഞ്ഞപ്പോൾ അജിത അമ്പരന്ന് നിന്നു. മറ്റൊരു നാട്ടിൽ പോയതല്ലേ സാറേ, പെറ്റ വയറല്ലേ, ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുക? ഇന്നത്തെ കാലം പേടിച്ചുപോയി, അതുകൊണ്ടാ. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവർ പറഞ്ഞു. എനിക്ക് മനസ്സിലാകും, അതാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. സാറ് കയറിയിരിക്കുക, ഞാൻ കാപ്പിയെടുക്കാം. അയ്യോ വേണ്ട, ഞാൻ ശ്രുതിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് വന്നേ ഉള്ളൂ. എങ്കിലും ഇവിടെ വരെ വന്നിട്ട് ഒന്ന് കുടിക്കാതെ പോയാലോ? കാപ്പിയെടുക്കാം, കയറിയിരിക്കൂ. അത് പറഞ്ഞ് ശ്രുതിയെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയിരുന്നു അജിത. ആ ക്ഷണം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവനും കയറിയിരുന്നു. അകത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു അജിത. ക്ഷീണം അവരുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തു പറ്റി മോളെ, പെട്ടെന്ന് ഇങ്ങനെ വരാൻ? അവളുടെ മുഖത്തേക്ക് നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു. അറിയില്ല അമ്മേ, സാറ് പറഞ്ഞതുപോലെ അന്തരീക്ഷം മാറിയില്ലേ? അവിടെ ഭയങ്കര ചൂടല്ലേ? അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര തലവേദനയായിരുന്നു. അത് കഴിഞ്ഞ് തലകറക്കം പോലെ വന്നത്. ഞാൻ കാരണം ആ മീറ്റിംഗ് നഷ്ടമായി. ലക്ഷങ്ങളുടെ നഷ്ടമായിരിക്കും സാറിന് ഉണ്ടായിട്ടുണ്ടാവുക. അത് കഷ്ടമായല്ലോ, നമ്മൾ കാരണം, അജിത പറഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ കാപ്പിയിട്ടിരുന്നു. ഒരു ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. ശേഷം അതുമായി സഞ്ജയുടെ അരികിലേക്ക് നടന്നു. ഇവിടെ ഒരാവശ്യത്തിന് പോലും ആരുമില്ല. ഇവൾക്കൊരു അനിയനാണുള്ളത്. അവൻ സ്കൂളിൽ പഠിക്കുകയാണ്. ഉണ്ടായിരുന്നൊരാൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. ആരെ കണ്ട ഞാനൊന്ന് തിരപ്പിക്കുക, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? നിസ്സഹായത നിറഞ്ഞ അവരുടെ വാക്കുകൾ കേൾക്കെ അവനും സഹതാപം തോന്നിയിരുന്നു. ശ്രുതി എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ മറ്റ് കാര്യങ്ങളൊന്നും ഓർത്ത് പേടിക്കേണ്ട. ശ്രുതി അവിടെ സുരക്ഷിതയായിരിക്കും. അവരുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ആത്മാർത്ഥത ആ മാതൃഹൃദയത്തെ തണുപ്പിക്കാൻ കഴിവുള്ളതായിരുന്നു. ശ്രുതിയുടെ അച്ഛൻ ഇവിടെ തന്നെയാണോ, അതോ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണോ? ഒരുപാട് ആശുപത്രികൾ കാണിച്ചതാണ് മോനെ, ഒരു ഗുണവും ഉണ്ടായില്ല. ആയുർവേദത്തിലും കുറേ ക്യാഷ് മുടക്കി, എന്നിട്ടും ഗുണമുണ്ടായില്ല. ഇപ്പോൾ ഇവിടെ തന്നെ അകത്തെ മുറിയിൽ. എല്ലാം കേട്ട് അവനെ തന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് അവൾ. ഇതുവരെ കണ്ടതുപോലെയല്ല, ഇപ്പോൾ ആ ഒരുവൻ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ. ഞാൻ ഇറങ്ങട്ടെ, ഒരിക്കൽ അച്ഛനെ കാണാൻ ഇറങ്ങാം. ശ്രുതി നന്നായി റെസ്റ്റ് എടുത്ത് ഓക്കെ ആയിട്ട് ഓഫീസിലേക്ക് എത്തിയാൽ മതി, ഞാൻ വിളിക്കാം. ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. അവൾ മെല്ലെ തല ചലിപ്പിച്ചു. യാത്ര പറഞ്ഞവൻ ഇറങ്ങിയപ്പോൾ അജിത ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നല്ലൊരു മനുഷ്യൻ, എൻ്റെ പേടി, നീ ഇയാളുടെ കൂടെയല്ലേ പോയിരിക്കുന്നത്. അയാൾ എന്തെങ്കിലും മോശമായി നിന്നോട് ഇടപെടുമോ എന്നായിരുന്നു. അവളൊന്ന് പുഞ്ചിരിച്ചു കാണിച്ചു. ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അമ്മേ. മോശമായ ഒരു നോട്ടം പോലും ഉണ്ടാവില്ല. നമുക്ക് തരുന്ന സുരക്ഷിതത്വം അത്ര വലുതാണ്, ഉറപ്പോടെ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഒരു ആശ്വാസം. അതും പറഞ്ഞ് അവൻ കുടിച്ചൊരു ഗ്ലാസ് എടുത്ത് അജിത അകത്തേക്ക് പോയപ്പോൾ അവളും ചിന്തിച്ചത് അതായിരുന്നു. ആ ഒരൊറ്റ കാരണമല്ലേ അവനെ തന്നിലേക്ക് അടുപ്പിച്ചത്. അവൻ തനിക്ക് നൽകിയ സുരക്ഷിതത്വം, അവനിൽ തനിക്കുണ്ടായ വിശ്വാസം. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ തൻ്റെ മനസ്സിൽ അവനോട് തോന്നുന്ന പ്രത്യേകതകളെല്ലാം. ഏത് സാഹചര്യത്തിലും പെണ്ണിൻ്റെ സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്ന ഒരുവനോട് ഒരു സ്നേഹമുണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവൾ ചിന്തിച്ചു പോയിരുന്നു ആ നിമിഷം.